ാണ് ഇത് ഏറ്റെടുക്കുക. വലിയ വലിയ കാര്യങ്ങളെ വലിയ എമൗണ്ട് വേണ്ടത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും പറയല്ലാതെ വേറെ ഒരു വഴിയില്ല. കാരണം നമ്മൾ ഇത്രയും 3 ദിവസത്തിലധികം പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ ഒരു ആഴ്ച, ഏകദേശം ഒരാഴ്ച മുമ്പ് എന്നെ ഒരാൾ ബന്ധപ്പെടുന്നു. സംഘത്തിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്ന 1-2 വ്യക്തികൾ എന്നെ ബന്ധപ്പെടുന്നു. അതിൽ ആദ്യം ബന്ധപ്പെട്ട വ്യക്തി ഒരു കാര്യം പറയുന്നു. അപ്പോൾ ആ കാര്യം മറ്റൊന്നുമല്ല, നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രതിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കള്ളനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നവനെ പ്രതിയാക്കുക എന്നുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾക്കറിയാം. അത്തരത്തില് നമ്മുടെ എത്രയോ സംഘപ്രവർത്തകരെ, എത്രയോ BJP-യുടെ പ്രവർത്തകരെ, എന്തിനേറെ എനിക്കിതിന്റെ വേദന കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം എന്നെ ഒരുപാട് കള്ളക്കേസുകളിൽ കുടുക്കി 5ഓളം തവണ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ ഭരണകൂട ഭീകരത. ഈ 5ഓളം കള്ളക്കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതൊരു മുസ്ലിം ചങ്ങാതി ഒരു ഹോട്ടൽ തുടങ്ങി, അതും വെജിറ്റേറിയൻ ഹോട്ടലാണ് തുടങ്ങിയത്. ഒരു മുസ്ലിം അങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടൽ നടത്താൻ പാടില്ല എന്നുള്ള പ്രചരണം നടത്തിയതിന്, വർഗീയ വർത്തനം പറഞ്ഞതിനാണ് അറസ്റ്റ് ചെയ്തത് ഈ മഹാമാരിനെ. യൂട്യൂബ് ചാനലിലൂടെ മതവിദ്വേഷം പ്രചരിപ്പിച്ചയാളെ പോലീസ് പിടികൂടി. ബൈജു പൂക്കോട്ടും പാടത്തെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണയിൽ മുസ്ലിം യുവാവ് വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തിയതിനെതിരെയാണ് ഓൺലൈൻ ചാനലിലൂടെ ഇയാൾ വർഗീയമായി ചിത്രീകരിച്ചത്. അതല്ലെങ്കിൽ ഇവിടത്തെ ഇസ്ലാമിക ഭീകരത എന്ന് എനിക്ക് അക്ഷരം തെറ്റാതെ എന്റെ ഈ ഒരു ജീവിതം ആസ്പദമാക്കി തന്നെ മാന്യ പ്രേക്ഷകരോട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്നെ ബന്ധപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തിയുടെ കേസ് വിവരങ്ങളോ ഞാൻ മാന്യ പ്രേക്ഷകരോട് പറയുന്നില്ല. കാരണം നമ്മുടെ ഈ ചാനലിൽ 5,15,000-ത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 5,11,000 പേര് കറക്റ്റ് പറയുകയാണെങ്കിൽ, ഈ 5,11,000 പേരിൽ നമുക്ക് 1,11,000 പേരെ നമുക്ക് മാറ്റിവെക്കാം. അത് വ്യത്യസ്ത രാഷ്ട്രീയ ചേരിതിരിവുള്ളത്, അതല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളുമായി ചേരിതിരിവില്ലാത്ത, നമ്മളെ തെറിവിളിക്കാൻ വരുന്നവന്മാരാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. ബാക്കി വരുന്ന ഒരു 4 ലക്ഷം വ്യക്തികളോട്, സബ്സ്ക്രൈബേഴ്സിനോട്, എന്റെ സംഘ സഹോദരരോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. കാരണം നിങ്ങളിൽ പലർക്കും പല അനുഭവങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഈ കള്ളക്കേസിൽ കുടുങ്ങുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദുരന്തം തന്നെയാണ്. കാരണം മനസാവാച കർമ്മണ അറിയാത്ത ഒരു കേസിൽ തന്നെ കുടുക്കിക്കൊണ്ട് റിമാൻഡ് ചെയ്യുക, പിന്നീട് അതിൽ ശിക്ഷ വരുന്ന രീതിയിലേക്ക് എല്ലാവിധ കള്ളത്തെളിവുകളും സംഘടിപ്പിച്ചിട്ട് ഒരു വ്യക്തിയെ നശിപ്പിക്കുക, ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുക എന്നുള്ള സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എന്നെ ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ആ വ്യക്തിയുടെ ആ മേഖലയും ബന്ധപ്പെട്ട് ഈ കേസ് വിവരമൊക്കെ പൂർണ്ണമായിട്ട് അറിയുന്ന സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളുമായി, അവരുടെ പേരൊന്നും ഞാനിവിടെ വ്യക്തമാക്കുന്നില്ല, കാരണം അതൊക്കെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടുന്നതും അതല്ലെങ്കിൽ അവർക്കൊക്കെ റിസ്ക് വരുന്നൊരു ഫാക്ട് ആയതുകൊണ്ട് വിടുന്നില്ല. അത്തരത്തിൽ ഞാൻ അവരെ ബന്ധപ്പെട്ടു. എന്നിട്ട് ഈ കേസിന്റെ മെറിറ്റ്സ് പൂർണ്ണമായിട്ട് എടുത്തു. അപ്പൊ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ പ്രകാരം കൂടിയാണ് ഞാൻ പിന്നെ അവസാനം ഇങ്ങനെ ഒരു വീഡിയോ മാന്യ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കാം എന്ന് കരുതിയതും. കാരണം ആ വ്യക്തി, ഈ കേസിലെ കള്ളക്കേസിൽ കുരുക്കപ്പെട്ട നമ്മുടെ സംഘ സഹോദരൻ എന്നോട് ആവശ്യപ്പെട്ട്, ചേട്ടന്റെ ചുറ്റുവട്ടത്തുള്ള, അതല്ലെങ്കിൽ ചേട്ടന്റെ ഹാൻഡിലുള്ള, അറിവിലുള്ള, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, സംഗതി ഇതാണ്. ഏതൊരു സംഘപ്രവർത്തകൻ, BJP-കാരൻ, RSS-കാരൻ, അവന്റെ വൃത്തക്കേട് കൊണ്ട് അറസ്റ്റിലായ സമയത്ത് ഈ ഒരു VK ബൈജു എന്ന് പറയുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വളരെയധികം നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു മനുഷ്യൻ വിളിച്ചിട്ട്, നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഹിന്ദുക്കളെ എന്നെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും പറയാം, കുരുത്തക്കേട് നടത്തി, കേസായി, ഇപ്പൊ അകത്താണ്. അപ്പോൾ കേസൊക്കെ നടത്താൻ അത്യാവശ്യം പൈസ വേണം. ഈ പാവ സംഘപ്രവർത്തകന് എന്നിട്ട് VK ബൈജുവിനെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങളെ ചുറ്റുഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ എന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ? ഈ കേസൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ ഭയങ്കര ചെലവുണ്ട്, ആ ചെലവ് താങ്ങാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവ സംഘപ്രവർത്തകനെ ബാക്കിയുള്ള അയാളൊപ്പമുള്ള സംഘപ്രവർത്തകർ തന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നില്ല. ചു എന്നർത്ഥം. ഞാൻ ആ വാക്ക് പറയുന്നില്ല, എന്തായാലും അത് ചു. അതിന്റെ ഭാഗമായിട്ട് ആ പാവ സംഘപ്രവർത്തനം കുടുങ്ങി പാളിച്ചേക്ക് എടുക്കുകയാണ്. അപ്പൊ അയാൾക്കിപ്പോൾ ഒരു വലിയ സഹായം വേണം, സാമ്പത്തിക സഹായം വേണം. അവസാനം VK ബൈജുവിനോട് അലയിക്കുകയാണ്. VK ബൈജു ആണെങ്കിൽ എന്ത് ചെയ്തു, അയാൾ അതിലൊന്നും കൊടുക്കാനില്ല. 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചാനലുണ്ട്, പക്ഷെ എല്ലാവരും എന്നെ തെറി പറയാൻ മാത്രമാണ് വരുന്നത്. എന്തായാലും ഞാനൊരു വീഡിയോ ഇട്ട് നോക്കാൻ, ആ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് അത്യാവശ്യം ഹിന്ദുക്കൾ ഈ ലോകത്തുണ്ടല്ലോ, ആ ഹിന്ദുക്കളൊക്കെ നിങ്ങളെ ഒരുപക്ഷെ സഹായിക്കും. ഓരോ രൂപ വെച്ചിട്ട് ഒരു 4 ലക്ഷം പേര് ഇട്ട് കഴിഞ്ഞാൽ തന്നെ
തുകയായില്ലേ, 4 ലക്ഷത്തോളം രൂപ കിട്ടില്ലേ എന്നൊക്കെയാണ് ഇയാൾ വിചാരിക്കുന്നത്. എന്തൊക്കെയായാലും ഇയാളൊക്കെ വിചാരിച്ചിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. എന്തായാലും കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേട്ടന് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്ത് തരുമോ? കാരണം അപ്പൊ ഞാൻ ഈ വ്യക്തിയുടെ, അതായത് പ്രതിയാക്കപ്പെട്ട നമ്മുടെ സംഘ സഹോദരന്റെ ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായിട്ട് ഞാൻ അന്വേഷിച്ചു. വാടക വീട്ടിലാണ്, ഭാര്യയും കുഞ്ഞും അടക്കമുള്ള കുടുംബമുണ്ട്. ഇവരെയൊക്കെ പോറ്റേണ്ടത് ഈ ഒരു വ്യക്തി മാത്രമാണ്. ഈ കള്ളക്കേസ് കൃത്യമായിട്ടും വക്കീലിനെ നല്ല കാശ് കൊടുത്ത് തന്നെ വെക്കേണ്ട രീതിയിൽ തന്നെയുള്ള കള്ളക്കേസാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അതിന് വക്കീൽ ഫീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകർ അദ്ദേഹത്തെ സഹായിക്കണം എന്നത് ഞാൻ പിന്നീട് തീരുമാനിച്ചു. കാരണം നമ്മൾക്കറിയാലോ, നമ്മുടെ ഒരു വ്യക്തിയുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ സംഗതി എന്തോ വെട്ടുകേസോ STBIയുമായിട്ടുള്ള എന്തൊരു വെട്ടുകേസോ മറ്റോ ഒന്നാണ്. ആ വെട്ടുകേസിൽപ്പെട്ട പ്രതിയെ സഹായിക്കാൻ പ്രേക്ഷകർ പൈസ കൊടുക്കണം. ജഡ്ജാതി പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അത്തരത്തിൽ എന്റെ ഒരു സർക്കിളിലുള്ള ആളുകളോടൊക്കെ ഞാൻ ഈ കാര്യം അഭ്യർത്ഥിച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സംഖ്യ എത്രത്തോളം ചെറുതായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾക്ക് ഇപ്പോ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അത്ര അടുപ്പമുള്ള 10ഓ 20ഓ പേരുണ്ടായിരിക്കാം. ഈ 10ഓ 20ഓ പേരെ നമ്മൾ എല്ലാ സമയത്തും ബുദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ. കാരണം അവർക്ക് തന്നെ ഒരു നമ്മുടെ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ ഇപ്രാവശ്യം ആരെ സഹായിക്കാനാണാവോ എന്നൊരു ചോദ്യം ചിലപ്പോൾ അവരുടെ മനസ്സിലേക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിലും ഉദിക്കുമായിരിക്കാം. അതുകൊണ്ട് ഞാൻ തന്നെ ഈ വ്യക്തിയോട് പറഞ്ഞു, നമ്മുടെ ഈ കുട്ടിയോട്, സംഘപ്രവർത്തനമായിട്ടുള്ള ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ തൽക്കാലം നമ്മൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് ഞാൻ കരുതുന്നുണ്ട്. അത് എത്രത്തോളം നമ്മുടെ മാന്യ പ്രേക്ഷകർ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ വ്യക്തിയെ കുറിച്ചോ ഈ വ്യക്തിയുടെ ആ കേസിനെ കുറിച്ചോ ഇവിടെ പ്രതിപാദിക്കാൻ, ഈ കേസിന്റെ മെറിറ്റ്സ് ഇവിടെ പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, സാഹചര്യമുണ്ട്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ കുട്ടിക്ക് നമ്മൾ സഹായിക്കാൻ വേണ്ടി ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ള ഈ കുട്ടിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് വാദിച്ചാൽ മാത്രമേ ആ കുട്ടിയെ ജയിലിൽ അടയ്ക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. അതാണ് മനസ്സിലാവാത്തത്. ഏതൊരു പയ്യൻ സംഘപ്രവർത്തകനാണ്, പലപ്പോഴും അറിയില്ലല്ലോ ഇത് എന്താ ഒരു പരിപാടി നടക്കുന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ കേസിൽ കൊണ്ടുപോയി പെട്ടു. രക്ഷിച്ചെടുക്കാൻ ഒരു രക്ഷയില്ല. ഒപ്പമുള്ള ആളുകൾ എന്നെ സഹായിക്കുന്നില്ല. അദ്ദേഹത്തിന് ആ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലുള്ളത്, അല്ലെങ്കിൽ അയാൾ പ്രവർത്തിക്കുന്ന ആ ഒരു പാർട്ടിയുള്ള ആൾക്കാരെ, ആ പാവം ചെറുപ്പക്കാരനെ കേസിൽ നിന്ന് ഒഴിവാൻ വേണ്ടി സഹായിക്കുന്നില്ല. പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഇവൻ ആ പാർട്ടിയുടെ ഒപ്പം നിന്നെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു പാർട്ടി ഒപ്പം നിൽക്കുകയാണ്. ആ പാർട്ടിക്ക് വേണ്ടി ഞാൻ എന്തോ ഒരു കുരുത്തക്കേട് ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തൊരു കേസ് വന്നു. ആ പാർട്ടി എന്നെ സംരക്ഷിക്കണം. സ്വാഭാവികമായിട്ടും ആ പാർട്ടി എന്നെ സംരക്ഷിക്കണം. ആ പാർട്ടിയെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ പാർട്ടി നിന്നിട്ട് കാര്യമില്ല. ആ പാർട്ടി നമ്മൾ വളരെ ഭംഗിയായിട്ട് മൂജിക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പാവം ചെറുപ്പക്കാരൻ വളരെ ഭംഗിയായിട്ട് ആ പാർട്ടി മൂജിച്ചു എന്നുള്ളതാണ്. ഏത് പാർട്ടി, എങ്ങനത്തെ പാർട്ടി ഞാൻ നോക്കുന്നില്ല. എന്നാൽ ഇയാൾ പറയുന്നത് ചെയ്ത് സംഘപ്രവർത്തകനാണ്, അപ്പോൾ RSകാരായിരിക്കും. അപ്പോൾ RSകാരനെ ആ പാവം പയ്യനെ മൂഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ ഈ ചങ്ങാതി പറയുന്നത്. ഇനിയിപ്പോൾ ഇത് ഫേക്ക് ആയിട്ടുള്ള സംഗീതമാറില്ല. കാരണം ഇയാൾ അവസാനം നമ്പറൊക്കെ കൊടുക്കുന്നത് ഇയാളുടെ നമ്പറാണ്, ഗൂഗിൾ പേയുടെയൊക്കെ ഇയാളുടെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അയാളുടെ അക്കൗണ്ടൊക്കെ ഇയാളുടെ അക്കൗണ്ട് നമ്പറാണ് കൊടുക്കുന്നത്. ഇങ്ങനൊക്കെ കൊടുത്തിട്ട് ഇയാൾക്ക് വല്ല ഗുണം കിട്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാവം ചെറുപ്പക്കാരനെ സഹായിക്കാൻ ഈ ഒരു ചങ്ങാതിക്ക് പറ്റിയോ? അതുകൂടി നമ്മൾ അന്വേഷിക്കേണ്ടല്ലേ. ഇതിന് ശേഷം ഒരു വീഡിയോ കൂടി ഇട്ടുണ്ട്. അതിലറിയാം എത്രത്തോളം സഹായം ആ ഒരു പാവം ചെറുപ്പക്കാരന് VK ബോയ്ജിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അത്രത്തോളം ഉണ്ട് ഇവന്റെ സോഷ്യൽ മീഡിയ ഇഫക്റ്റ് എന്നർത്ഥം. ഒന്ന് കണ്ടോക്കണേ. ബൈ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ലിങ്ക്, ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റായി ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് കാണുക. എന്നിട്ട് ആ സഹോദരനെ, സംഘ സഹോദരനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്നൊരു ഇൻട്രൊഡക്ഷൻ വീണ്ടും പറയുകയാണ്. ഇത് ഏറ്റെടുക്കുക. വലിയ വലിയ കാര്യങ്ങളെ, വലിയ എമൗണ്ട് വേണ്ടത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും പറയല്ലാതെ വേറൊരു വഴിയില്ല. കാരണം നമ്മൾ ഇത്രയും 3 ദിവസത്തിലധികമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചെറിയൊരു സംഖ്യ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ വലിയൊരു സംഖ്യയാണ് ആവശ്യം.